നമസ്കാരം, ആര്യാണ്. ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ വ്ളോഗ് ഞങ്ങളുടെ ഇവമോളെ ഞങ്ങൾ ഗ്രൂം ചെയ്യിക്കാൻ കൊണ്ടുപോവാടെ. അവളെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി ഇട്ട് വരാം കേട്ടോ. യാദൂട്ടന് പനി ആയതുകൊണ്ട് യാദൂട്ടൻ ഇന്ന് റെസ്റ്റ് എടുക്കുക. വരുമ്പോ യാദൂട്ടൻ ഒരു സർപ്രൈസ് കൊണ്ടുവരും. സുന്ദരിയേ, യുവസുന്ദരി എവിടെ പോവാ? പൊന്നെ എവിടെ പോവാ? ഇനി ഞങ്ങളുടെ ഇവശുന്ദരി ഉണ്ടല്ലോ, ഇനി കുളിക്കാൻ പോവാണേ. സുന്ദരി സുന്ദരി. അപ്പൊ നമ്മളിതേ ഈ ബാസ്ക്കറ്റിനകത്ത് വെച്ചിട്ടാട്ടോ പെണ്ണിനെ കൊണ്ടുപോകുന്നത്. ഇവക്ക് വാക്സിൻ എടുക്കാൻ പോകുമ്പോഴും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി അങ്ങ് ഇരുന്നോളൂ. ഇവക്കറിയാം ഈ ബാസ്ക്കറ്റ് കയറ്റി ഇരുത്തുമ്പോഴേ എവിടെയെങ്കിലും ഒക്കെ പോകാനുള്ളതാണെന്നറിയാവേ. ഒരു വഴക്കുമില്ലാതെ അതിൻ്റെ അകത്ത് അങ്ങനെ അങ്ങ് ഇരുന്നോളുവേ. സുന്ദരിയേ, അവിടെ സുന്ദരിയേ, പാവമുണ്ട് കേട്ടോ സുന്ദരി പെണ്ണെ. ഇഷ്ടമാ, പക്ഷെ അവളപ്പൊ പിക്നിക്ക് മൂടില്ല. നമ്മളിതേ പകുതി വഴിയിലായപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മളവിടെ വണ്ടി വെച്ചിട്ട് ഒരു സ്ഥലത്ത് കയറി നിന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ കൊച്ചിന് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇത്രയും വണ്ടിയോ ബഹളവോ ഇതൊന്നും ഇവള് കണ്ടിട്ടില്ല. അപ്പോൾ ചക്കയുടെ മേത്ത് ഇങ്ങനെ അള്ളി കയറുമായിരുന്നേ. കാരണം അവൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾ ചക്കയാണ്. ഇവിടെ എവിടെ വന്നാലും ചക്കയുടെ അടുത്ത് ഇങ്ങനെ ഇവളിങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. പറച്ചിലിൽ ചക്കിയാണ് അവളുടെ അമ്മ എന്നൊക്കെയാണ്. മഴയൊക്കെ തോർന്നു. ഇനി നമ്മൾ നേരെ ബൗസ് ആൻഡ് മ്യൂവിലേക്ക്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഏറ്റുമാനൂർ പുന്നത്രയിലാണ്. നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. കാരണം നിങ്ങളുടെ പെറ്റ്സിൻ്റെ ഗ്രൂമിങ് മാത്രമല്ല, പെറ്റ്സിന് വേണ്ട ഫുഡും ഷാമ്പു, കണ്ടീഷണർ, ബെൽറ്റ് അങ്ങനെ വേണ്ട A to Z സാധനങ്ങളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണേ. കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കസ്റ്റമർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഇന്ന് ഓഫ് ആയതുകൊണ്ടും നമ്മൾ ഇന്ന് തന്നെ അങ്ങ് വരാമെന്ന് വെച്ച് വന്നതാണ്. കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ അങ്ങ് ഇരുന്നു. ഇടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിനെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല കേട്ടോ, ആൾക്ക് കുറച്ച് നാണം ഉള്ളത് കൊണ്ട് കാണിക്കുന്നില്ല. നെക്സ്റ്റ് കൂടെ നമ്മുടെയാണ്. അപ്പോൾ പേര് വിളിച്ചു ചക്കി നേരെ ഇവമോളെ എടുത്ത് ആ ചേട്ടൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തു കേട്ടോ. എടുത്ത് കൊടുത്തപ്പോൾ തന്നെ അവൾക്കൊരു വല്ലായ്മ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇവൾ പുറത്തുനിന്ന് ഒരാൾ ഇവളെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പേടി നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഫസ്റ്റ് നെയിലാണ് കട്ട് ചെയ്തത്. ഇവളെ കൈ കിട്ടിയതിന് ശേഷം നമ്മൾ നെയിൽ വെട്ടിയിട്ടേ ഇല്ല കേട്ടോ. കാരണം നമുക്ക് പേടിയായിരുന്നു. കാരണം കൈ മുറിഞ്ഞാലോ ഒക്കെ തോന്നുന്നു നമുക്ക് പേടിയായിരുന്നു. മാത്രമല്ല ഇവൾ അടങ്ങിയിരിക്കാറുമില്ല കേട്ടോ. ഇവളിപ്പോൾ ദാണ്ട് അടങ്ങി കിടപ്പുണ്ട്, പാവം കൊച്ചു. മാത്രമല്ല അവർ പിടിക്കുന്നതിനൊരു നായ്ക്കുണ്ട് കേട്ടോ. നമുക്കത് അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ആ പരിസരത്തേക്കേ പോകണ്ട കേട്ടോ. കൊച്ചിനെ കുളിക്കാനുള്ള ബാത്ത് ടപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് കൊച്ചിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതേണ്ട കണ്ടീഷണറും ഷാമ്പും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കൊച്ചുണ്ട് കേട്ടോ, കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പുറത്തൊരു പെണ്ണ് സുന്ദരിയാവുന്നുണ്ട്. പെണ്ണാണോ ആണാണോ എന്തായാലും സുന്ദരിയാവുന്നുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടി ഉണങ്ങിയിരിക്കുന്നു. ഈശ്വര, ഇവക്ക് ഇത്രയും വണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ. ഇവക്കുള്ളത് മുഴുവൻ രോമത്തിൻ്റെ വലിപ്പം മാത്രമായിരുന്നെന്ന് അപ്പോഴാട്ടോ ആ നഗ്നസത്യം ഞങ്ങൾ മനസ്സിലാക്കി. ചേട്ടൻ നല്ല വൃത്തിയായിട്ട് തുടച്ചൊക്കെ തന്നു കേട്ടോ. തുടച്ച് അവളുടെ തണുപ്പൊക്കെ അങ്ങ് മാറ്റി. ഇനിയാണ് മക്കളെ അവൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യം. അവൾക്ക് ഈ ഡ്രയറിൻ്റെ ഒച്ചയും കുക്കറിൻ്റെ ഭയങ്കര പേടിയാണ്. അവളെ ഉണക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. അതെങ്ങനെയാണ് ചേട്ടൻ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അവൾ അതുവഴി കിഴുതൊക്കെ ഉറങ്ങി ഓടിപ്പോകാനൊക്കെ തുടങ്ങി. പക്ഷെ എന്നാലും അവരത് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തു കേട്ടോ. ഓണാക്കിയപ്പോഴേ അവൾ കിടന്ന് ഭയങ്കര ഇതായിരുന്നു. ഇടയ്ക്ക് ചക്കീനെ കാണുന്നുണ്ട്, അതിനവളിങ്ങനെ ചക്കീനെ കിടന്ന് തോണ്ടുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല കേട്ടോ ഇവയുടെ ദേഹത്ത്. ഇനിയിപ്പോൾ ദേണ്ട ഇവമോള് പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മയിൽ വാഹനം അല്ലാത്ത പല വാഹനങ്ങളും അവൾ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അവളെ അങ്ങനെ പുറത്ത് നമ്മൾ ഇറക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മുടെ പെണ്ണിൻ്റെ രോമമൊക്കെ അങ്ങ് വെട്ടി നല്ല വൃത്തിയാക്കി സുന്ദരിയാക്കി നമുക്ക് തരും കേട്ടോ. വേറൊരു കാര്യം സമ്മതിക്കാതിരിക്കാനേ പറ്റത്തില്ല കേട്ടോ. ഇവർക്ക് യാതൊരുവിധ പേടിയില്ലാതെ കേട്ടോ ഇവർ ചെയ്യുന്നു. നമ്മളോർക്കും ഇതൊക്കെ നമ്മളെ കടിക്കുവോ മാന്തോ എന്നൊക്കെയുള്ളൊരു പേടിയില്ലേ. പിന്നെ നിത്യത്തൊഴിൽ അഭ്യാസം എന്നാണല്ലോ. അപ്പോൾ ഇവരെന്നും ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇവർ നല്ല ഒരു പേടിയില്ലാതെ നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൊച്ചാണെങ്കിൽ ഒരു രക്ഷയില്ല. അവൾ തിരിയുന്നു മറിയുന്നു. ലാസ്റ്റ് നമ്മുടെ പെണ്ണ് കീഴടങ്ങിയിട്ട് തലയും കുത്തി കിടക്കുന്ന കിടപ്പാണേ അത്. നീ എൻ്റെ മാനം കളഞ്ഞല്ലോടാ ചെറുക്കായ് എന്ന് പറഞ്ഞിട്ടാട്ടോ പെണ്ണ് കിടക്കുന്നത്. നമ്മൾ ഇവയ്ക്ക് കൊടുക്കുന്ന മിയോയുടെയും പ്യൂർ പെറ്റിൻ്റെയും ക്യാറ്റ് ഫുഡാണ്. അതിനകത്ത് മിയോ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഇനി പ്യൂർ പെറ്റ് എടുത്തുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്യൂർ പെറ്റ് എടുത്തു. ഇതിന് വന്നിട്ട് 299 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നമ്മളപ്പോൾ ഇവിടുന്ന് ഗ്രൂമിങ്ങും കഴിഞ്ഞു,
ക്യാറ്റ് ഫുഡും വാങ്ങിച്ചു. ആണ്ടടാ വരുന്നടാ നമ്മുടെ മോള് സുന്ദരിയായിട്ട്. അപ്പോൾ ഇവനെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നേ. ചെവിയുടെ അകത്തും ഒക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നല്ല വൃത്തിയാക്കി. അയ്യോ ഇപ്പോഴത്തെ എന്ത് രസമായിരുന്നറിയോ കാണാൻ. ചേട്ടൻ്റെ വർക്ക് അടിപൊളിയായിട്ടോട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഇവയ്ക്ക് ട്രീറ്റ്സ് ഒക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. കാരണം ഇത്രയും നേരം അവൾ നമ്മുടെ കൂടെ സഹകരിച്ചതല്ലേ, അതിൻ്റെ സന്തോഷം വേണ്ടേ. അതൊക്കെ ഇങ്ങനെ കൈ പിടിച്ചോണ്ടോ കേട്ടോ ചക്കി നിന്ന് ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവനെ കാണുമ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ? അയ്യോ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞായി പോയല്ലോ എന്നായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പോട്ടെ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെ? ശരി എന്നാ ഇനി വരാം. പേരെങ്ങനെയായിരുന്നു? സോണിഷ്. ശരി എന്നാലേ. ഓക്കെ ബൈ.